sir. A journey through books with Maya and Shabu. Only on Life with Hit. Good morning to you, Shabu. വെരി ഗുഡ് മോർണിംഗ് മായ. പിന്നെ ഓൺ എയറിലൂടെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇന്ന് ഇപ്പൊ എന്തായാലും 2026 ഫസ്റ്റ് ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ ഒരു ജേർണി ത്രൂ ബുക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പുസ്തകം ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ്, അവരെയൊക്കെ നയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരാൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം നമ്മളിന്ന് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അദ്ദേഹം ദുബായിയുടെ റൂളറായിട്ട് ചുമതലയേറ്റിട്ട് 20 വർഷം പൂർത്തിയായ ഒരു വർഷം കൂടിയാണ്. അതായത് 2 ദിവസം ആയിട്ടുള്ളൂ. ജനുവരി 5 തീയതിയായിരുന്നു. ഇന്നിപ്പോ ജനുവരി 7 തീയതിയാണ് നമ്മൾ ഈ പുസ്തകം പറയുന്നത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിയുടെ പ്രിയപ്പെട്ട റൂളർ, UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം എന്ത് പഠിച്ചു എന്നുള്ളത്. അതിന്റെ ടൈറ്റിലും അങ്ങനെ തന്നെയാണ്, ലെസൺസ് ഫ്രം ലൈഫ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ടൈറ്റിലും. ലെസൺസ് ഫ്രം ലൈഫ് പാർട്ട് 1 ആണ്. അത് ഒരു പാർട്ടിലോ 2 പാർട്ടിലോ നിർത്താൻ പറ്റുന്നതല്ല. കാരണം ഈ പുസ്തകത്തിന്റെ പ്രിഫേസിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ഈ പുസ്തകം എന്നാ. അദ്ദേഹം പറയുന്നത്, ഇൻ എ ഫ്യൂ ഷോർട്ട് ഇയേഴ്സ് ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് 6 decades ഇൻ പബ്ലിക് സർവീസ്. 60 വർഷം പബ്ലിക് സർവീസിൽ നിന്നൊരു മനുഷ്യൻ. അദ്ദേഹം ഈ ജീവിതത്തിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ആ ലെസൺസ് ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. ഇപ്പം മായ പറഞ്ഞ പോലെ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം. നമ്മൾ പലപ്പോഴും പറയുന്ന വെച്ചാൽ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിരുന്നിട്ട് നമ്മൾ പറയുന്ന വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലാതെ പുള്ളി വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ. മോട്ടിവേഷൻ നമുക്ക് അറിയുന്നതാ. പക്ഷെ എപ്പോഴാണ് മോട്ടിവേഷൻ? ഇപ്പം ഞാൻ ഒരു വർക്കൗട്ടിന് വേണ്ടി ജിമ്മിൽ പോവുകയാണ്. നിങ്ങൾ കുറേ വർഷമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ട്രെയിനർ വെക്കുന്നതിനാ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം, പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാൻ എപ്പോഴും റിയലൈസ് ചെയ്യുന്നത്, ചില ആൾക്കാരെ കാണുമ്പോൾ അവർക്കൊരു എന്താ നമ്മൾ പറയില്ലേ, ഇരുത്തം വന്ന സ്വഭാവം എന്ന് പറയില്ലേ, അത് ആ ഗ്രൗണ്ടഡ് മെച്യൂരിറ്റി വരണമെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ആണത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഫ്ലസ്റ്റേർഡ് ആയി പോവും, പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളപ്പെടും. അതൊക്കെ ജീവിതത്തിന്റെ ഈ പക്വത ഇല്ലായ്മയായിട്ടാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. സോ ലൈഫ് ആക്ച്വലി ടീച്ചേഴ്സ് you to be grounded. Life gives you that wisdom to be mature. So നമ്മളിപ്പം ഹിസ് ഹൈനസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും, അയ്യോ എന്തുമാത്രം ടെൻഷൻസ് ഉണ്ടാവും ഇവരുടെ ലൈഫിൽ, എവറി ഡേ ദർ ഇസ് എ പ്രോബ്ലം ടു അറ്റൻഡ് ടു. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് വരണമെങ്കിൽ നമ്മൾ ആദ്യം കാമായിരിക്കണം. അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു ലെസൺ ആയിട്ട് അദ്ദേഹവും പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈ പുസ്തകം എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, 6 വർഷത്തെ അല്ലെങ്കിൽ 60 വർഷത്തെ 6 ഡെക്കേഡിന്റെ ഒരു പബ്ലിക് സർവീസിലോട്ട് കടന്നൊരു ആള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട പല കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആക്കി വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പല കാര്യങ്ങളും പറയും, എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനുണ്ട്, അത് നടപ്പാക്കാനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടണം, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിഷൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിഷനേക്കാൾ ആക്ഷനാണ് ആ വിഷനെ ഷേപ്പ് ചെയ്യുന്നത്. അതിന് ഇപ്പൊ മായ വായിച്ച ആ ഒരു പോർഷൻ ഉണ്ടല്ലോ. അതെ, അതായത് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എപ്പോഴും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും പെർഫെക്റ്റ് സിനാരിയോ ഉണ്ടാവുന്നില്ല. അത് ഇവൻച്വലി ഉണ്ടായി വരുന്നതാണ്. ഈ സക്സസ് സ്റ്റോറീസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, വെൻ ദേ ബിഗാൻ പ്രോബബ്ലി ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അവരുടെ കയ്യിൽ. പക്ഷെ അതിൽ നിന്നും അവരൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ടായിരിക്കും അവർ ഒരു പക്ഷേ ചെയ്തിരിക്കുക. ഇതിനകത്ത് വായിച്ചൊരു നല്ലൊരു വാചകം എന്ന് പറയുന്ന, ഐ ഹാവ് സീൻ ദറ്റ് വാട്ടർ still will rot away, but when it flows it freshens day by day. And അതേപോലെ തന്നെ, a lion but for leaving layer of land would never strike with might or rule the sand. അത് ഭയങ്കര നല്ലതല്ലേ. അതേപോലെ തന്നെ മറ്റൊരു വലിയ നല്ലൊരു വാചകം പറഞ്ഞിരിക്കുന്നത്, and arrows had they never left the bow would never pierce a mark or strike a foe. കാരണം അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാലേ ആ ലക്ഷ്യത്തിൽ എത്തില്ലല്ലോ. എനിക്ക് ഇവിടെ നിന്ന് പോവാൻ മടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് എത്രയോ കാലം നമ്മൾ കേൾക്കുന്നതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിശ്ചലമായി കിടക്കുന്നതിന് പിന്നെ ഒന്നുമില്ല, അതിന് ജീവനില്ല. ആക്ച്വലി അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയാണ് ബാക്കി ക്രീച്ചേഴ്സും മറ്റതും ഒക്കെ വരുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകിനെ വളർത്താൻ മാത്രമേ സഹായിക്കൂ, വേറൊന്നിനും സഹായിക്കില്ല. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള കൊതുകാണ്. ഇതിനകത്ത് വേറെയും പറയുന്നുണ്ട്, ആറ്റം മൂവ് ചെയ്യുന്നുണ്ട്. അത് മൂവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പലതും നമുക്ക് ഈ പറഞ്ഞതുപോലെ കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. ഞാൻ ഇപ്പം ഷാബു അത് തന്നപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാൻ കണ്ടൊരു നല്ല വേറൊരു വാചകം എന്ന് പറയുന്നത്, പല കാര്യങ്ങളും അതിന്റെ അതിന്റെ ഒരു കംപ്ലീഷനിലേക്ക് എത്താൻ റീസൺ അല്ലാത്ത അല്ലെങ്കിൽ എത്താൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ആൾക്കാരുടെ എൻവിയസ്നെസ് ആണ്. അതായത് അവന്റെ ഗെയിൻ എന്റെ നഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കംപ്ലീഷനിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒരു ഫ്രൂഷനിലേക്ക് എത്തിക്കാനോ പറ്റാത്തത്. ഇത് കാരണം ഈ പുസ്തകത്തിനകത്തുള്ള ഓരോ വാചകങ്ങളും എടുത്തെടുത്ത് പറയേണ്ടതാണ്, കാരണം അത് മോട്ടിവേഷണലാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ഇവിടെയുള്ള പല ആൾക്കാരുടെയും മനസ്സിലുള്ള ചില സംശയങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് പഠിച്ച പ്രധാനപ്പെട്ട പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ വാക്ക് പാത്ത് നോ ഫുഡ് ഹാസ് വാക്ക്ഡ് ബിഫോർ. കാൽപ്പാടുകൾ പതിയാത്ത വഴികളിലൂടെ നടക്കാനാണ് എനിക്കിഷ്ടം. ആ വഴികൾ കഠിനമായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ഞാൻ ആസ്വദിച്ച് നടക്കുന്ന, കാരണം ആരും പോകാത്ത വഴികളാണ്. അപ്പോഴായിരിക്കും പുതിയ പുതിയ കാഴ്ചകൾ നമ്മൾ കണ്ടെത്താൻ വെട്ടിയവനാണ്. അതുപോലെ തന്നെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് കാത്തിരുന്ന് നേടിയെടുക്കുന്നതല്ല. അതായത് നേരത്തെ പറഞ്ഞവരാണ്, വിഷൻ ഉണ്ട്, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാത്തിരുന്ന് കിട്ടുന്നതല്ല, അന്തമില്ലാത്ത പഠനങ്ങളിലൂടെയല്ല. നമ്മളെപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ 5 വർഷത്തേക്കൊക്കെ ഒരു 5 year പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഇട്ടിട്ട് അതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. മാത്രമല്ല ഒരിക്കലും അവസാനിക്കാത്ത വിപുലമായിട്ടുള്ള പദ്ധതികളിലും അല്ല, അങ്ങ് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഈ കുട്ടികളുടെ കേസ് എപ്പോഴും പറയാറുണ്ട്, കുട്ടികളെ എങ്ങനെയാ നടക്കാൻ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണിട്ടാണേ. ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പഠിക്കുന്നത് പുരാണ കഥയൊന്നും അല്ലല്ലോ. കുട്ടികളെ എഴുന്നേറ്റ് വീണ്ടും എഴുന്നേറ്റ് വീണും ഒക്കെ. അപ്പൊ unless and until you try you will never know if you are capable. അല്ലേ? ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ചിലപ്പോൾ വീഴുമായിരിക്കും, പക്ഷെ എന്നാൽ ആ വീഴ്ചയിലും നിങ്ങളൊരു പാഠം പഠിക്കുന്നുണ്ട്, നിങ്ങളൊരു ലെസൺ അതിൽ നിന്നും ഗെയിൻ ചെയ്യുന്നുണ്ട്, വിസ്ഡം ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫോളിനെ പേടിച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കാതെ നമുക്ക് ആ വിഷൻ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആക്ഷൻ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനം. ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആക്ഷൻ ഷേപ്സ് വിഷൻ, രണ്ടാമത്തത് ഹാവ് യു ട്രൂലി ലിവ്ഡ്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ജീവിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. നേരത്തെ മായ പറഞ്ഞ പോലെ മറ്റൊരാൾ അയാൾ എന്ത് വിചാരിക്കും ഞാനത് ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനും അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നതെങ്കിൽ ഒന്നും മിണ്ടരുത്, ഒന്നും ചെയ്യരുത്, ജീവിക്കേ അരുത്. അല്ലേ? കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാവില്ലേ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാവില്ലേ. അപ്പം നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, അത് സംസാരിക്കുക. അതല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന അർത്ഥം ജീവിക്കാതിരിക്കുക എന്നുള്ളതിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും സംശയം ഉണ്ടാകുന്നു, എങ്ങനെയാണ് ദുബായ് പോലൊരു നഗരം, ഒരു എമിറാത്തി കൺട്രി വിദേശികളെ എങ്ങനെ ആകർഷിക്കുന്നു, അവർക്ക് ഈ ലാൻഡ് കൊടുത്തിട്ട് നിങ്ങൾ ഹോട്ടൽ പണിതുള്ളൂ, നിങ്ങൾ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ഒന്ന് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനിൽ നിന്ന് പഠിച്ചൊരു പാഠം. ഒരിക്കൽ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ലാൻഡൊക്കെ എന്തിനാണ് നമ്മൾ ഫോറിനേഴ്സിന് ഇങ്ങനെ ലീസിന് കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിയേഷൻ ഈസ് ഗോഡ്സ്, ദ ലാൻഡ് ഈസ് ഗോഡ്സ് ആൻഡ് ദ സസ്റ്റനൻസ് ഈസ് ഗോഡ്സ്. വി വെൽക്കം ദോസ് who come to us, for God has welcomed them. നൈസ് അല്ലേ? സി അതിനകത്ത് പക്ഷേ അത് എന്തൊരു വലിയൊരു വിഷനാണ്, ടു എംബ്രേസ് എവ്രിബഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. എല്ലാരും കടന്ന് കേറി വാടാ മക്കളെ എന്നുള്ളൊരു കോൺസെപ്റ്റ് ദൈവത്തിന്റെ ആണല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്. ഈ ദൈവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതാണ്, അല്ലല്ലോ ഒരാളെ മാത്രം മാറ്റി വെക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി രണ്ടാമത്, ഇത് നമ്മുടെ ഈ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. രണ്ടാമത്തത് ദുബായിയെ ഇങ്ങനെ ആക്കിയിട്ടുള്ള ഫ്രം ദ ലേറ്റ് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂം, രണ്ടാമത്തെ വാക്ക്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരിക്കൽ ആദ്യഘട്ടത്തിലൊക്കെ ഹോട്ടൽ പണിയാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സിനെ അനുവദിച്ചു, ലാൻഡ് കൊടുത്തു. അപ്പോൾ കുറേ മെർച്ചൻസ് വന്നിട്ട് ഇദ്ദേഹത്തിനോട് പരാതി പറയാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, അവർ ചോദിച്ചാൽ, ക്യാൻ ഫോറിനേഴ്സ് ബി ഗിവൻ ലാൻഡ് ദാറ്റ് ബിലോങ്സ് സോൾലി ടു ദ സിറ്റിസൺസ്? He is here only for a time while we are here to stay. അതായത് എന്തിനാണ് ഇത് അവർക്ക് കൊടുക്കുന്നത്? അവർ വളരെ കുറച്ച് കാലത്തേക്കല്ലേ ഉള്ളൂ, നമ്മളല്ലേ എല്ലാ കാലത്തും ഉള്ളത്, നമ്മുടെ മണ്ണല്ലേ, എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, ഷുഡ് ദ ഇൻവെസ്റ്റർ വൺ ഡേ ലീവ്, വിൽ ഹി ടേക്ക് ദ ബിൽഡിംഗ് വിത്ത് ഹിം ഓർ വിൽ ഇറ്റ് റിമൈൻ ഹിയർ ഇൻ ദുബായ് സെർവിംഗ് ദ പീപ്പിൾ, എൻറിച്ചിങ് ദ സിറ്റി ആൻഡ് സ്ട്രെങ്തനിങ് ദ എക്കോണമി. അവർക്ക് നിങ്ങൾ കൊടുത്തു, അവർ കെട്ടിടം പണിതു, അവർ പോയാലും കെട്ടിടം ഇവിടെ ഉണ്ടല്ലോ, അത് നിങ്ങളെ സെർവ് ചെയ്യല്ലേ, നിങ്ങളുടേത് തന്നെയാണ്, ആത്യന്തികമായി നിങ്ങളുടെ മണ്ണ് തന്നെയാണ്, നിങ്ങളുടെ കെട്ടിടം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ
പൂർവ്വ പിതാമഹന്മാരെങ്ങനെയാണോ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. അപ്പം ഇവർ പഠിപ്പിച്ചത് ഇദ്ദേഹം പ്രാവർത്തികമാക്കുന്നു. അദ്ദേഹത്തിലൂടെ പുതിയ ദുബായിയുടെ ക്രൗൺ പ്രിൻസ് പ്രാവർത്തികമാക്കുന്നു, മറ്റ് റൂളേഴ്സ് പ്രാവർത്തികമാക്കുന്നു. അതല്ലെങ്കിൽ നേരത്തെ മായ പറഞ്ഞ പോലെ എല്ലാവരെയും ഇങ്ങനെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് അത് ഷെയ്ഖ് സായിദിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. ഞങ്ങളുടേതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു എക്കോണമിയും ഗ്രോ ചെയ്യുന്നില്ല നമ്മൾ ഈ അടച്ചുപൂട്ടിയ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. എപ്പോഴും ദ മോർ ഡോസ് യു ഓപ്പൺ ദ മോർ ഓപ്പർച്യൂണിറ്റീസ് വിൽ കം അലോങ് വിത്ത് ഇറ്റ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ ജേർണി ത്രൂ ബുക്സിൽ ലെസൺസ് ഫ്രം ലൈഫ് പാർട്ട് 1 അത് ഇവിടുത്തെ ഹിസ് ഹൈനസ് എഴുതിയ പുസ്തകമാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഗ്രാബ് എ കോപ്പി ഓഫ് ദിസ് ഇഫ് യു ക്യാൻ. ഇതിന്റെ പാർട്ട് 2 is also right now in the market. और कलर्स बोलता सर